ഇന്ന് നമുക്ക് റേഷനരി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ലഡു ഉണ്ടാക്കിയെടുക്കാം. എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണല്ലേ റേഷനരി. അപ്പോൾ അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ലഡു ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് റേഷനരി എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ, പച്ചരി അല്ല. ചോറ് വെക്കുന്ന അരി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലഡു തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിലേക്കൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഒരു അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ എന്തായാലും ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോഴാണ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം, ലഡു ആയതുകൊണ്ട് നെയ്യ് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഈ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കട്ടായിട്ടുണ്ടാവും കേട്ടോ. അതൊന്ന് മിക്സിയിൽ നിന്നൊരു സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ഈ ഒരു പാനിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരുപാട് സമയം ഇളക്കി കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഈ ഒരു നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നെയ്യ് എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്കൊരു 3/4 ഗ്ലാസ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ അരി വേവിച്ചൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം വറുത്തെടുക്കണം. ഈ ഒരു ചട്ടിയിൽ നിന്നിങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കുന്ന അത്രയും സമയം അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ ഒരു അരിയൊക്കെ നന്നായിട്ട് വറുത്ത് ഈ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന അത്രയും സമയം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മുമ്പ് ലഡു ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ റെസിപ്പി കാണുന്നതെങ്കിൽ മറക്കാതെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ലഡു ചോദിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇനി നമുക്കിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. യെല്ലോ ഫുഡ് കളർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. പക്ഷേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയുടെ ചുവയൊന്നും ഉണ്ടാവില്ല. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്താൽ തന്നെ നല്ല മഞ്ഞ കളർ കിട്ടും കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറിയ ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. നമുക്ക് കുറച്ച് നനഞ്ഞ പോലെ ഉണ്ടാവും. ആ ഒരു നെയ്യും തേങ്ങയിലെ എണ്ണയൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ട് ഇതുപോലെ ഒന്ന് നനഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോഴാണ് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ കഴിയുള്ളൂ. നന്നായിട്ട് പൾസ് ചെയ്ത് കുറച്ച് സമയം അരച്ചെടുക്കണം. അപ്പോഴാണ് ഇതുപോലെ കിട്ടുക. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു കാഷ്യൂനട്ട് നെയ്യിലൊന്ന് വറുത്തെടുത്തതായിരുന്നു. അതും കൂടെ ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുഴുവനും ലഡുവും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേനൂറുന്ന ലഡു റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്